എല്ലാവർക്കും നമസ്കാരം. പിത്താശയക്കല്ല് ഉണ്ടാവുന്നത് എന്തുകൊണ്ട്, അല്ല പിത്താശയക്കല്ലിൻ്റെ വേദന എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിന് എന്തൊക്കെയാണ് നമ്മൾ ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിത്താശയക്കല്ലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി നോക്കാം. ഇത്തരത്തിലുള്ള ഡയറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിത്താശയക്കല്ലിൻ്റെ പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് അത് ഇല്ലാതാവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, ഇന്ന് കിഡ്നി സ്റ്റോൺ പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പിത്താശയക്കല്ല് എന്ന്. ഇതിൻ്റെ പ്രധാന റീസൺസ് ആയിട്ട് പറയാറുള്ളത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരിക, അതുപോലെ തന്നെ ഒബിസിറ്റി, അമിതമായിട്ടുള്ള വണ്ണമുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ തടിച്ചിരിക്കുന്ന ആളുകൾ, 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, പ്രഗ്നൻസി പീരിയഡിൽ ഇവയൊക്കെയാണ് കൂടുതലായിട്ട് ഇവ കാണാറുള്ളത്. പ്രഗ്നൻസി പീരിയഡ് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു കണ്ടീഷൻസ്, ആളുകൾ നല്ല വണ്ണമുള്ള ആളുകൾ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാവുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക എന്നിവയൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ പിത്താശയക്കല്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പിത്താശയക്കല്ലുള്ള ആളുകൾ എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസത്തെ ഒരു ഡയറ്റ് എങ്ങനെ ക്രമീകരിക്കുക, അങ്ങനെ ഈ ഡയറ്റ് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ സ്റ്റോൺസ് നല്ല രീതിയിൽ കുറയാനും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിത്താശയക്കല്ലുള്ള ആളുകളുടെ ഒരു ഡയറ്റ്, നമ്മൾ ഒരു ദിവസത്തെ 1 ഡേ ഡയറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഴിക്കുക, അതിനോട് കൂടിയിട്ട് 2-3 തുള്ളി നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്യുക. അമിതമായിട്ട് നാരങ്ങ നീര് യൂസ് ചെയ്യാതെ 2 മുതൽ 3 ഡ്രോപ്സ് വരെ നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും, 8 മണിയുടെയും 9 മണിയുടെയും ഇടയിൽ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ദോശ, ഉപ്പുമാവ് തുടങ്ങിയവയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കഴിക്കുക. അതോടൊപ്പം തന്നെ എണ്ണ വളരെ കുറച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെജിറ്റബിൾ സലാഡ്സുകൾ കഴിക്കുന്നത് നല്ലതാണ്. മിഡ് മോർണിംഗിൽ, അതായത് നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മിഡ് മോർണിംഗിൽ കഴിക്കാവുന്ന ഒന്നാണ് പഴം, പേരയ്ക്ക, ആപ്പിൾ തുടങ്ങിയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബൈൽ തിക്കാവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വെജിറ്റബിൾസ് ആണ് മത്തൻ, ക്യാരറ്റ്, ബീൻസ്, ചീര തുടങ്ങിയവയൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കറി വെച്ചിട്ടുള്ള ബോയിൽഡ് ആയിട്ടുള്ള ഫിഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണമാണ് ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ തുടങ്ങിയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിനകത്ത് ഒഴിവാക്കേണ്ടതാണ്. ഇനി വൈകിട്ടത്തെ സമയത്ത് ചായയാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ പാൽ ഒഴിവാക്കിയിട്ടുള്ള ചായ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷുഗർ കട്ടാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം കഴിക്കുക, അതോടൊപ്പം ഒരു പഴം കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് അല്പം ചണവിത്ത് കഴിക്കാവുന്നതാണ്. ഇനി രാത്രിയിലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 7 to 7:30 ഉള്ളിൽ തന്നെ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാത്രിയിലാണ് നിങ്ങൾ കഴിക്കുന്നത് കഞ്ഞി പ്ലസ് വെജിറ്റബിൾ സൂപ്പുകൾ കഴിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾ കറി പ്ലസ് ചപ്പാത്തി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനും ബൈലിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. 7 മണിയുടെയും 7:30 ഉള്ളിൽ തന്നെ രാത്രിയിലെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. പിത്താശയക്കല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളാണ് നെല്ലിക്ക, ആപ്പിൾ പോലെയുള്ളവ. അതുപോലെ തന്നെ പച്ചക്കറികൾ, മഞ്ഞൾ തുടങ്ങിയിട്ടുള്ളത്, ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതുപോലെ തന്നെ ഈ പിത്താശയക്കല്ല് വന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന പെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് മദ്യം, അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റം, കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ, മയണൈസ്, ചീസ്, ഹൈ ഫാറ്റായി അടങ്ങിയിട്ടുള്ളത്, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഈ പിത്താശയക്കല്ല് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡി ഡ്രിങ്ക്സുകളുണ്ട്. ദിവസവും രാവിലെ നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാവുന്നതാണ്. നെല്ലിക്ക നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ വളരെ നല്ല രീതിയിലാക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് നമ്മുടെ മഞ്ഞളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ലിവറിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നമ്മുടെ ബൈൽസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ കുറയ്ക്കാനും, അതായത് പിത്തത്തിൻ്റെ കോൺസെൻട്രേഷനൊക്കെ കുറയ്ക്കാനും പിത്തസഞ്ചി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിത്താശയക്കല്ലുള്ള ആളുകൾ അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അറ്റ് സ്ട്രെച്ച് ഒരുപാട് നമ്മൾ കഴിക്കാതെ നമ്മുടെ ഭക്ഷണം 3-4 മണിക്കൂറിൽ വളരെ ലൈറ്റായിട്ടുള്ള മീലാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ ബൈൽസിൻ്റെ പ്രവർത്തനത്തിന് കുറച്ചും കൂടി നല്ല ബെറ്റർ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിത്താശയക്കല്ലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പിത്താശയക്കല്ല് എല്ലാവർക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ട് പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്ക് പെയിൻ ഉണ്ടാവുക, ചില ആളുകൾക്ക് വോമിറ്റിംഗ് ഉണ്ടാവുക, അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവുക, വയറ് നിറഞ്ഞതുപോലെയുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുക. ഇനി എപ്പോഴാണ് ഇത് വളരെ സിവിയറായിട്ട് ബുദ്ധിമുട്ടായിട്ട് കാണിക്കുകയാണെങ്കിൽ ആളുകൾ നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ മഞ്ഞപ്പിത്ത, കണ്ണിന് മഞ്ഞ നിറം ഉണ്ടാവുക,
വൊമിറ്റിംഗ് ഉണ്ടാവുക തുടങ്ങിയൊക്കെ സിവിയർ ലക്ഷണങ്ങളാണ്. അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ്. ഇനി ഈ പിത്താശയക്കല്ല് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് USG അൾട്രാസൗണ്ട് വഴിയാണ് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധ്യമാവുക. അതുപോലെ തന്നെ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലും ചിലപ്പോൾ ഹോർമോണുകൾ വ്യതിയാനങ്ങൾ കാണാറുണ്ട്. നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി റെപ്പട്രൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് കൂടിയാണ് മെഡിസിൻസ് കണ്ടെത്താറുള്ളത്. മറ്റു മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.